ശബരിമലയിലെ സ്വർണം കട്ടവരിൽ ഒരാൾ അറസ്റ്റിലായി. സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്നവരും പങ്കുപറ്റിയവരും ഇപ്പോഴും പുറത്തു വിലസുന്നു. പോറ്റി ചെറിയ മീനാണെന്ന് എല്ലാവർക്കും അറിയാം. വലിയ മീനുകൾ ശബരിമലയ്ക്ക് ചുറ്റും ഇപ്പോഴും കറങ്ങി നടക്കുന്നു. സ്വർണ്ണപ്പാളിയിൽ നിന്ന് മാത്രം കവർന്നത് 2 കിലോയോളം സ്വർണം. അയ്യപ്പനെ അയ്യപ്പൻ തന്നെ കാക്കേണ്ടി വരും. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണം ഉള്ളതിനാൽ പ്രത്യേക അന്വേഷണ സംഘം ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പിടികൂടി. 10 പ്രതികളുമായി. പ്രധാന കേസായ സ്വർണ്ണപ്പാളി മോഷണത്തിൽ പോറ്റിക്കൊപ്പം അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാണ് പ്രതികൾ. വാതിൽ ക്രമക്കേടിൽ ദേവസ്വം ബോർഡിലെ അന്നത്തെ ഭരണസമിതിയും. പോറ്റിയെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ SIT നൽകിയ ആദ്യ റിപ്പോർട്ടിൽ സ്വർണം കട്ടതിൻ്റെ ചില വിവരങ്ങളുണ്ട്. എല്ലാം ഉദ്യോഗസ്ഥരും പോറ്റിയും ചേർന്നുള്ള തട്ടിപ്പ് എന്ന തരത്തിലാണ് അന്വേഷണം പോകുന്നതെങ്കിലും അങ്ങനെയല്ല യഥാർത്ഥത്തിൽ. സ്വർണ്ണപ്പാളി ചെമ്പാണെന്ന് പറഞ്ഞ് ഒരു ഉദ്യോഗസ്ഥൻ രേഖയുണ്ടാക്കി വൈകാതെ തന്നെ അത് ചെമ്പാണെന്ന് ഉത്തരവിറക്കാൻ ആരൊക്കെ കൂട്ടുനിന്നു? അത് ഉദ്യോഗസ്ഥർ മാത്രമല്ല, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ, ബോർഡ് അംഗങ്ങൾ ഉത്തരം നൽകേണ്ടി വരും. ചോദ്യം ചോദിക്കണമെന്ന് മാത്രം. 2 കിലോ സ്വർണം പൊതിഞ്ഞ 2 സ്വർണ്ണപ്പാളികൾ സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോകാൻ പോറ്റിക്ക് കഴിഞ്ഞത് ദേവസ്വം ബോർഡിൽ അത്രമാത്രം സ്വാധീനമുള്ളതിനാൽ. മാറി മാറി വന്ന ബോർഡ് ഭരണസമിതിയുമായും ദേവസ്വം മന്ത്രിമാരുമായും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നല്ല ബന്ധം. സ്വർണം ബാക്കിയുണ്ടെന്ന് പറഞ്ഞ് പോറ്റി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N. വാസുവിന് ഇമെയിൽ പോലും അയച്ചതാണ്. എന്നിട്ടും ആർക്കും ഒരു സംശയവും തോന്നിയില്ല. അതേ പോറ്റിക്ക് അതേ സ്വർണ്ണപ്പാളികൾ കഴിഞ്ഞ മാസവും നന്നാക്കാൻ വേണ്ടി നൽകാൻ ആർക്കും കൈവിറച്ചില്ല. 2019 മുതൽ ഇപ്പോൾ വരെയുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ദേവസ്വം മന്ത്രിമാരും നേരിട്ടോ അല്ലാതെയോ ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നവരാണ്. എല്ലാം സുതാര്യമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അല്ല എന്ന് വ്യക്തമാകുമ്പോൾ, ഉദ്യോഗസ്ഥർ മാത്രം ഉത്തരവാദികൾ എന്ന് പറഞ്ഞ് കൈ കഴുകുമ്പോൾ ഓർക്കുക, ഇവിടെ ഉദ്യോഗസ്ഥ ഭരണമല്ല, ജനാധിപത്യ സർക്കാരാണ് ഭരിക്കുന്നത്. അത് സൗകര്യപൂർവ്വം മറക്കരുത്.